തന്നെ ജീവിതം ദൈവവേലയ്ക്കായി സമർപ്പിച്ച ആചാര്യ ശ്രേഷ്ഠൻ, ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമകൻ ഫാദർ ജോൺ വർഗീസ് ചെങ്ങനാട് ബെത്ലഹേം ആശ്രമത്തിലെ അംഗമാണ്. അച്ഛൻ തലവൂർ സ്വദേശിയാണ്. അതേപോലെ തന്നെ ഉരുകുന്ന സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലെ വികാരിയും ചെങ്ങനാട് ഗ്രിഗോറിയസ് ITIയുടെ ചുമതലയും വഹിക്കുന്നു. അച്ഛനെ ഏറെ ബഹുമാനത്തോടുകൂടി മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, പ്രായമായ അപ്പനും അമ്മയും ആയ എല്ലാവരുമേ, നല്ലൊരു ക്രിസ്തുമസ് കൊണ്ടാടുകയാണ്. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അതിനായി ദേവാലയം വളരെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. കൊയർ സംഘം വളരെ ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടെ അവർ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇത് ആരാധന തുടങ്ങുന്നതിന് മുൻപായി പ്രൊസഷൻ വളരെ ഭംഗിയായി ക്രമീകരിച്ചു. ഇതിനെല്ലാം കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപായി പല ദേവാലയങ്ങളിലും ഇരുന്നപ്പോൾ അവിടെയുള്ള മറ്റ് ഇടവകകളിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലെ ദേവാലയങ്ങളിൽ ഇതുപോലുള്ള നല്ല മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രസംഗിക്കുവാനും ക്ലാസ് എടുക്കുവാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ള സഭകളിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ പോയതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെയും ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി തലൂർ സ്വദേശിയാണ് എന്നുള്ളത്. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സൺഡേ സ്കൂൾ പഠിച്ചത് മാർത്തോമാ സഭയിലാണ്. മയിലാടുംപാറ മാർത്തോമ പള്ളിയിലാണ് ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചത്. എൻ്റെ അമ്മ മാർത്തോമ സഭയിലാണ്. എൻ്റെ അമ്മയുടെ ഇപ്പാപ്പൻ്റെ മകളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭാര്യ. ആ സൺഡേ സ്കൂളിലെ ബാലവകുപ്പും ശിശുവകുപ്പും അതുപോലെ തന്നെ സീനിയർ ആകുന്നതിന് മുൻപ് വരെയുള്ള സമയങ്ങളിലൊക്കെ അടിസ്ഥാനം, സൺഡേ സ്കൂളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാർത്തോമാ സഭയിലാണ്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ പള്ളി ഇല്ലായിരുന്നു. തലൂർ അവിടുന്ന് 5 കിലോമീറ്റർ പോകണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഈ 5 കിലോമീറ്റർ നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ സൺഡേ സ്കൂളെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ തിരിച്ചു വരുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് അത്രയും ദൂരം നടന്ന് പോകുവാനായിട്ട് ഞങ്ങളെ വിട്ടിരുന്നില്ല. അതിനാൽ അടുത്തുള്ള പള്ളിയാണ് ഈ മാർത്തോമാ പള്ളി എന്ന് പറയുന്നത്. അവിടെ സൺഡേ സ്കൂളിൽ പഠിക്കും, BBSൽ പങ്കെടുക്കും. അന്നൊക്കെ വളരെ ഉത്സാഹപൂർവം ആഘോഷപൂർവമൊക്കെ ഈ സൺഡേ സ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെയധികം സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിതം കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹം ചൊരിയുവാനായിട്ട് സാധ്യമാകുന്നത്. ആത്മീയമായ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മീയ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആത്മീയ ഫലങ്ങൾ?
സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാത്രമാണ് ശിശു കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ജനിച്ചതായി മറ്റുള്ളവർ അറിയപ്പെടുന്നത്. ഈ 9 ഫലങ്ങളിലെ 8 ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. 8 ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റുള്ളവർ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിൽ നിന്ന് പുറപ്പെടണം. അതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും മുഖത്ത് ഇത് മറ്റുള്ളവർ കാണണം. ഭാര്യ ഭർത്താവിനോട് സ്നേഹമുള്ളവളാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സ്നേഹമുള്ളവനാണ്. പക്ഷേ ആ സ്നേഹം അവരുടെ മുഖത്ത് പ്രകടമായില്ലെങ്കിൽ ആ ഭവനത്തിലെ സ്ഥിതി എന്തായിരിക്കും നമുക്കവർക്ക് അറിയാം. ക്ഷമയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും അവസ്ഥ? അത് നമുക്കറിയാം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് എപ്പോഴും ആ ഒരു അനുഭവത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രം ഈ 8 ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ 9ാമത്തെ ഫലമായ ഇന്ദ്രിയജയം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്, അതാണ് ഇന്ദ്രിയജയം. ഓരോ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ജയിക്കുവാനായിട്ട് സാധ്യമാകണം. പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ. എല്ലാം പറയുവാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളും. പക്ഷേ അത് പറയേണ്ടത് മാത്രമേ നമ്മൾ പറയാൻ പറ്റുകയുള്ളൂ. കാണേണ്ടത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ആ ഒരു നല്ല അനുഭവത്തിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമാകണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇന്ന് വിശുദ്ധ വേദഭാഗങ്ങളൊക്കെ കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ച് അറിയിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇവിടെ പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കായി. ആരാ പറയുന്നത്? മാലാഖമാർ ആട്ടിടയന്മാരോട് പറയുകയാണ്, ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ക്ഷമയോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന, ആടുകളെ സൂക്ഷിക്കുന്ന ആട്ടിടയന്മാരോട് പറയുന്നത്. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യെശയ്യാ പ്രവാചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇവിടെ സ്വാഗത പ്രസംഗകൻ ആ വാക്യം ഇവിടെ പ്രത്യേകമായിട്ട് ഉദ്ധരിച്ച് വായിച്ചു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ആരൊക്കെയാവുന്നേ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഇവരൊക്കെ ഈ പേർ ഒക്കെ ചാർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ രക്ഷിതാവായി ഈ ലോകത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന പേരുകളാണ്. 1, അത്ഭുത മന്ത്രി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായ മന്ത്രി. എന്താണ് മന്ത്രി എന്ന് പറയുന്നത്? ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരെ നേർവഴിക്ക് നയിക്കുന്നവനാണ് മന്ത്രി. ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരെ
നേർവഴിക്ക് നയിക്കുന്നവനാണ് മന്ത്രി. പണ്ട് കാലത്തൊക്കെ അതായിരുന്നു. ഇപ്പോഴോ? പണ്ട് ഇംഗ്ലണ്ടിൽ ഒരു മന്ത്രി, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ആ വീട്ടിൽ ആ മന്ത്രിയുടെ വീട്ടിൽ പോയി താമസിച്ചു. കേരളത്തിൽ നിന്ന് പോയ മന്ത്രി അദ്ദേഹത്തിൻ്റെ വലിയ കൊട്ടാരം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അത്താഴവും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കേരളത്തിലെ മന്ത്രി ചോദിച്ചു, ഈ വലിയ വീട് എങ്ങനെ ഉണ്ടാക്കി? അപ്പോൾ ആ മന്ത്രി അവിടെ നിന്നുകൊണ്ട് അകലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു നദി കണ്ടോ? കണ്ടു. നദിയുടെ കുറേ ഒരു പാലം കണ്ടോ? കണ്ടു. അതിലെ 20% എൻ്റെ ഈ വീട്. അതിലെ ഒരു 20% എൻ്റെ ഈ വീട്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഇംഗ്ലണ്ടിലെ മന്ത്രി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നു. അന്ന് ആ വീട്ടിൽ താമസിച്ച മന്ത്രിയുടെ ക്ഷണമനുസരിച്ച് നമ്മുടെ കേരളത്തിലെ മന്ത്രിയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലണ്ടിലെ മന്ത്രിയുടെ വീടിനേക്കാൾ 2 മടങ്ങ് വലിപ്പമുള്ള ഒരു ബംഗ്ലാവ്. അദ്ദേഹം ക്ഷണമനുസരിച്ച് ആ വീടിൻ്റെ ആ ഭവനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇംഗ്ലണ്ടിലെ മന്ത്രി ചോദിച്ചു, ഈ വലിയ വീട് നിങ്ങളെങ്ങനെ സമ്പാദിച്ചു? അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അകലേക്ക് നോക്കിക്കേ, ഒരു നദി കണ്ടോ? കണ്ടു. അതിലൊരു കുറുകെ ഒരു പാലം കണ്ടോ? അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയൊരു പാലമാണല്ലോ അത്. അതിൻ്റെ 80% ഈ വീട്. 20% ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കിയിട്ട് ബാക്കി 80% ഈ വലിയ വീട് എന്ന് പറയും. ഇതാണ് ഇപ്പോഴത്തുള്ള മന്ത്രി. എല്ലാവരുമല്ല. എന്നാൽ മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, അത് ആരാണ്? ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരെ നേർവഴിക്ക് നയിക്കുന്നവനാണ് മന്ത്രിമാർ. അങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. രണ്ടാമത്തെ പേരാണ് വീരനാം ദൈവം. വീരൻ ആരാണ്? അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനാണ് വീരൻ. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് വീരൻ. വീരനാം ദൈവം. ചില കാര്യങ്ങളിലൊക്കെ, ചില അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ്. ചിലർ പറയാറുണ്ടല്ലോ, കണ്ണിൽ കൊള്ളേണ്ടതായിരുന്നു, അത് പുരുകത്ത് കൊണ്ട് അങ്ങ് പോയി. അത് വീരനാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. മൂന്നാമത്തെ പേരാണ് നിത്യപിതാവ്. നിത്യപിതാവ് എന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പിതാവുമുണ്ട്, ഒരു മാതാവുമുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചിരിക്കുന്നത് അവർ മുഖേനയാണ്. ഒരു പിതാവ്, ഒരു മാതാവ്. അവരെ മുൻപുള്ളവർ, നമ്മുടെ പിതാക്കന്മാർ പറയും, കാണപ്പെട്ട ദൈവങ്ങളാണവർ. കാരണം എന്താ? നിന്നെ സൃഷ്ടിച്ചത് ആ പിതാവും ആ മാതാവുമായതുകൊണ്ട് അത് നമ്മളുടെ കാണപ്പെട്ട ദൈവമായി അവരെ പൂജിക്കണം. എന്നാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അവൻ വീരനാണ്. ലോകത്തെയും ലോകത്തിലുള്ള സകല ജന്തുക്കളെയും ചരാചരങ്ങളെയും ഒക്കെ നിർമ്മിച്ചത് ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിൽ അവൻ വീരനാണ്, സകലവും സൃഷ്ടിച്ചതാണ്. അതാണ് ലോകത്തിൻ്റെ രക്ഷിതാവായി ഇന്ന് ഈ ലോകത്തേക്ക് പിറന്നിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു. പിന്നീട് പറയുന്നു, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാന പ്രഭു എന്ന് പറയുന്നത് ആരെയും ആത്മീയമായി നശിപ്പിക്കാത്ത വ്യക്തിയെക്കുറിച്ചാണ് സമാധാന പ്രഭു എന്ന് പറയുന്നത്. ആരെയും ആത്മീയമായി നശിപ്പിക്കാത്തവനാണ് സമാധാന പ്രഭു.
സമാധാനപ്രിയൻ, അത് ആത്മീയപ്രകാരം നശിപ്പിക്കാത്തവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയപ്രകാരം നമ്മൾ ഉന്നതി പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദേവാലയങ്ങൾ. ദേവാലയത്തിൻ്റെ സകല നടത്തിപ്പും അതിനു വേണ്ടിയിട്ടാണ്. ആത്മീയപ്രകാരം നാം ജീവനുള്ളവരായിരിക്കണം. ശരീരപ്രകാരം ജീവനുള്ളവരായിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കട്ടൻ കാപ്പി, ചായ, ബൂസ്റ്റ്, കോംപ്ലാൻ ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, 4 മണിക്ക് വീണ്ടും ചായ കഴിക്കാൻ, രാത്രിയിൽ അത്താഴം. ശരീരപ്രകാരം പുഷ്ടി പ്രാപിക്കുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ആത്മീയപ്രകാരമുള്ള ഒരു പുഷ്ടി നമുക്ക് എങ്ങനെ പ്രാപിക്കാനായിട്ട് പറ്റും? അത് ദേവാലയത്തിൽ കൂടിയാ. പിന്നീടെയോ 7 നേരം പ്രാർത്ഥനയോടെ നമ്മുടെ പിതാക്കന്മാർ ആ ആത്മീയപ്രകാരം എങ്ങനെ പുഷ്ടി പ്രാപിക്കാം, ആരോഗ്യത്തോടു കൂടി ഇരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 7 നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നീ ഉരുവിടണം. അതെപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം, അടുക്കള നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കാം, ബെഡ്റൂമിൽ കിടക്കാൻ വരുമ്പോഴും അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ആത്മീയപ്രകാരം പുഷ്ടി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അങ്ങനെ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള സവിശേഷതകളുള്ളവനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പറയുന്നതായ വ്യക്തിയെ നാം ഇന്ന് പൂജിക്കുകയാണ്. യേശുക്കുഞ്ഞിനെ കാണുവാനായിട്ട് എല്ലാവർക്കും അവസരമുണ്ടാകും, എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ കാണാനായിട്ട് പറ്റുന്നവർക്ക് വളരെ ചുരുക്കമാണ്. ഇവിടെ ആട്ടിടയന്മാർ കർത്താവിനെ കാണുവാനായിട്ട് പോയി, മറ്റു പലരും അത് ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആട്ടിടയന്മാർക്കും ചുരുക്കം ചിലർക്ക് മാത്രമാണ് കർത്താവിനെ കാണുവാനായിട്ട് സാധ്യമായത്, യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് സാധ്യമാകുന്നത്. അവരുടെ കൂട്ടത്തിൽ, ആ വ്യക്തികളുടെ കൂട്ടത്തിൽ നാമുമായി തീരുവാൻ, യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് സാധ്യമാകുന്ന തരത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കർത്താവ് എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ആദ്യമേ പറഞ്ഞു, എന്തിനു വേണ്ടി? കർത്താവ് ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? പാപികളെ രക്ഷിക്കുവാൻ. പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവ് വന്നത്. പാപികളില്ലായിരുന്നുവെങ്കിൽ കർത്താവിന് വരണമായിരുന്നോ? വേണ്ട. പാപികൾ ഉണ്ടായതുകൊണ്ടാണ് കർത്താവ് വന്നത്. ഇന്ന് നമ്മൾ പാപികളല്ലായിരുന്നുവെങ്കിൽ ഈ കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മൾ ഓരോരുത്തരും പാപികളാണ്, പാപം ചെയ്യുന്നവനാണ്. എന്താണ് പാപം? പാപം എന്താ? നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനും മറ്റുള്ളവരുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനും ദോഷകരമായി പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ പാപകരമാണ്. മറ്റുള്ളവർക്ക് ദോഷകരമായി തീരുന്നതായ കാര്യങ്ങൾ, അവരുടെ ആത്മാക്കൾ, കർത്താവ് വസിക്കുന്ന കർത്താവിൻ്റെ ആത്മാവിന്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആവസിച്ചിട്ടുള്ളത്, ആ ആത്മാവിന് വിരുദ്ധമായി നമ്മൾ തന്നെ ദുഷിക്കുകയും മറ്റുള്ളവരെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ പാപകരങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതിനാണ് അനുതാപം എന്ന് പറയുന്നത്. ആ രക്ഷയെന്ന് പറയുന്നത് അനുതാപത്തിൽ കൂടി മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ആ രക്ഷയുടെ അനുഭവം അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ അനുതാപം കർത്താവ് കൈക്കൊണ്ട് പത്രോസ്ലീഹായുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പക്ഷേ യൂദാ ചെയ്ത തെറ്റിനെ അവൻ അനുഭവിക്കുകയല്ല ചെയ്തത്, പിന്നെയോ അവൻ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത്.
കർത്താവിനെ പിൻപറ്റുന്നവരായി, അനുതാപ ഹൃദയത്തോടുകൂടി ജീവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം മുതൽ ദാവീദ് വരെ, അബ്രഹാം മുതൽ ഉള്ള തലമുറകളെക്കുറിച്ച് പറയുന്നുണ്ട്. മൊത്തം 42 തലമുറകളാണ് അവിടെ പറയുന്നത്. ഒന്ന്, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറകൾ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14, അതിന് ശേഷം വരുന്ന തലമുറകളാണ് നമ്മൾ. അങ്ങനെ 42 തലമുറകൾക്ക് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. തലമുറകളെ വളർത്തുന്നത് ആരാണ്? സ്ത്രീകളാണ്. തലമുറകളെ വളർത്തുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ പണ്ടൊക്കെ സ്ത്രീകൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെല്ലാം പങ്കപ്പാടുകൾ സഹിച്ചാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ഇന്ന് കുഞ്ഞ് ജനിച്ചാലുടൻ തന്നെ അതിനെ നാട്ടിൽ വിട്ടിട്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, അതിനെ കൊന്നുകളയുന്നവർ അമ്മമാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വ്യക്തികളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് 9 മാസം ആ അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്നു. ആ ഉദരത്തിൽ വസിക്കുന്നത് എന്തിനാ? ആ അമ്മയുടെ നല്ല ശീലങ്ങൾ അറിഞ്ഞ് അത് ആ കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ വളരുകയാണ്. ആ ഉമ്മ എന്തെല്ലാം ശീലിക്കുന്നുവോ അതൊക്കെയും ആ കുഞ്ഞ് ശീലിക്കുന്നു. എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തെല്ലാം ചിന്തിക്കുന്നുവോ അതൊക്കെയും ഈ കുഞ്ഞും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വന്തം അമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. അത് വിളിച്ചുകൊണ്ട് വരുവാന്നൊക്കെ പറയും. എന്തിനു വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്? അമ്മയുടെ ശിക്ഷണത്തിൽ നല്ല കാര്യങ്ങൾ ആ ഗർഭിണിയായ സ്ത്രീയെ പഠിക്കുന്നതിന് വേണ്ടിയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നെന്തൊക്കെയാണ് നടക്കുന്നത്? ആ അമ്മ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? പണ്ടൊക്കെ വേദപുസ്തകം എടുത്ത് കൊടുത്തു പറയും വായിക്കണം. വേദപുസ്തകം വായിച്ച് ആ ഉറക്കെ വായിച്ച് ഈ കുഞ്ഞ് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ വായിക്കണം. ഒരു കുഞ്ഞ് എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ആ അമ്മയ്ക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നല്ല തലമുറകൾ ഉയർന്നു വരികയുള്ളൂ. അതാരായിരിക്കണം, എൻ്റെ കുഞ്ഞ് ആരായി തീരണം എന്നുള്ള ചിന്തയിൽ അതേ രീതിയിൽ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നല്ല തലമുറകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യമാകും. അനുതപിക്കുന്ന തലമുറകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യമാകും. ആ അനുതാപമുള്ള ഒരു ഹൃദയം അമ്മയ്ക്കും മക്കൾക്കും തലമുറകൾക്കും ഉണ്ടാകുവാൻ ഇടവരണം. അനുതാപമുള്ള മക്കളെക്കുറിച്ച് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു അമ്മയും മകനും മാത്രം. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് താമസം. അവിടെ താമസിക്കുന്ന അവസരത്തിൽ ഈ മകന് 13-14 വയസ്സായപ്പോഴേക്കും അമ്മയ്ക്ക് ആ മകന് അവിടെയുള്ള ജീവിതം മടുത്തു. അവൻ അമ്മയ്ക്കൊരു എഴുത്ത് എഴുതി വെച്ചിട്ട് അവൻ ആ നാട് വിട്ടു. ആ എഴുത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അമ്മേ, ഞാൻ പോവുകയാണ്. അമ്മ എന്നെ തിരക്കണ്ട, ഞാൻ എപ്പോഴെങ്കിലും കടന്നു വരാം. അമ്മ എന്നെ ശപിക്കരുത്. ഞാൻ പോയി പണം സമ്പാദിച്ച് ഞാൻ തിരികെ വരാം. അമ്മ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അമ്മ എഴുത്ത് വായിച്ചിട്ട് അമ്മയ്ക്ക് ഏകയാശ്രയം ആ മകൻ മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. ആ അമ്മ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് താമസം. അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ ട്രെയിൻ കയറി എവിടേക്കോ പോയി. അമ്മ കാത്തിരുന്നു. എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പോകുമ്പോൾ അവിടെ ചെന്ന് നോക്കും എൻ്റെ മകൻ തിരിച്ചു വന്നോ എന്നുള്ളത്. എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് കണ്ട് ആ സ്റ്റേഷനിലുള്ള
അവിടുത്തെ ഉദ്യോഗസ്ഥർ അവളെ വീക്ഷിക്കുകയുണ്ടായി. ഇവളെങ്ങും പോകുന്നില്ല, പിന്നെന്തിനാണ് ഇവൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ട്രെയിൻ വരുന്നത് നോക്കിയിരിക്കുന്നത്? അവരോട് ചോദിച്ചു, കാര്യമെന്താണ്? അവർ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. പിന്നെ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ പട്ടിണിയിലാണ്. ശരി, എങ്കിൽ ഞങ്ങൾ നിനക്കൊരു ജോലി തരാം. ഈ റെയിൽവേ സ്റ്റേഷൻ വൃത്തിയാക്കുന്ന ജോലിയാണ്. അങ്ങനെ ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലി അവൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം എന്താ? എൻ്റെ മകൻ തിരികെ വരുന്നത് എനിക്കെപ്പോഴും കാണുവാൻ പറ്റും. വളരെ കാലം കഴിഞ്ഞു, 10-20 വർഷങ്ങൾ കഴിഞ്ഞു. ആ അമ്മ അപ്പോഴും തൻ്റെ മകനെ പ്രതീക്ഷിച്ച് അവിടെ കാത്തിരിക്കുകയാണ്. ഒരിക്കലൊരു എഴുത്ത് കിട്ടി, അതാ മകൻ്റേതായിരുന്നു. ആ മകൻ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. അതൊരു ക്രിസ്തുമസ് കാലമായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അമ്മേ, ഞാൻ അമ്മയെ വിട്ട് ഒരുപാട് അകലെയായിരുന്നു. ഞാൻ ജോലി തിരക്കിലാണ്. എനിക്കിപ്പോൾ ഒരു ഭാര്യയും ഒരു മകനുമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മ എന്നോട് ക്ഷമിച്ചോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. ഞാൻ അമ്മയെ വിട്ടു പോന്നിട്ട് അനേക വർഷങ്ങളായല്ലോ. ഞാൻ അമ്മയ്ക്ക് ഒന്നും തരുവാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട്. അതിനാൽ അമ്മ എന്നോട് ക്ഷമിച്ചെങ്കിൽ ഇന്ന ദിവസം ഇന്ന സമയത്തുള്ള ട്രെയിന് ഞാൻ അവിടെ വരാം. എന്നോട് ക്ഷമിച്ചെങ്കിൽ എൻ്റെ ആ വീടിൻ്റെ മുറ്റത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചേക്കണം. ആ മെഴുകുതിരി കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങും. ആ മെഴുകുതിരി കണ്ടില്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ പോകും. തിരിച്ചു അതേ ട്രെയിന് തന്നെ മുന്നോട്ട് പോകും. ആ സമയമായി ആ മകൻ ആ ട്രെയിനിൽ വന്നു. വന്ന വഴിയിൽ ആ വീടിനോടടുക്കാറായപ്പോൾ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ മുഴുവനും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ സ്ത്രീ അവിടുത്തെ ജോലിക്കാരിയാണ്. ക്രിസ്മസ് കാലമാണ്, നക്ഷത്രങ്ങളുണ്ട്, വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു. ഒരു വലിയ തിരി ആ വീടിൻ്റെ മുറ്റത്ത് കത്തിച്ചു വെച്ചു. എന്താണ് ഇവിടെ കാണുന്നത്? അവൻ അവിടെ വന്നിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അനുതപിക്കുന്ന ഒരു ഹൃദയമുള്ള മകനും ആ മനസ്സിനെ സ്വീകരിക്കുന്ന ഒരമ്മയും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുതാപമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മെ സ്വീകരിക്കുവാൻ അനേകർ അടുത്തുകൂടും. അനുതാപം വേണം, അനുതാപമുള്ള ഹൃദയമുണ്ടാകണം. തെറ്റുകൾ ചെയ്തു പോയി എന്നുള്ളതല്ല, ആ തെറ്റിനെ തിരുത്തുവാനുള്ള കഴിവും നമുക്കുണ്ടാകണം. അതാണ് ജീവിതമെന്ന് പറയുന്നത്. അതാണ് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം വരുന്ന ഒരു സംഗതിയാണ്. വീണ്ടും രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത് അല്ല, അത് മാത്രമല്ല. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത്, അതുമല്ല. എൻ്റെ ചുറ്റിനുമുള്ള സർവ്വജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത്. കർത്താവ് ജനിച്ചത് എന്തിനാ? സർവ്വജാതികൾക്കും വേണ്ടിയിട്ടാണ് കർത്താവ് ജനിച്ചത്. എൻ്റെ ചുറ്റിനുമുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ജനിച്ചു എന്ന് എനിക്ക് പറയുവാനായിട്ട് എനിക്ക് സാധ്യമാകുമോ? ഇന്ന് നമ്മൾ ഒരേ രീതിയിലുള്ള കളർ ഡ്രസ്സുകളൊക്കെ നമ്മൾ അണിഞ്ഞിട്ട് ഇരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എത്ര പേർ അധ്വാനിച്ചിട്ടുണ്ട്? നമ്മളത് ചിന്തിക്കാറുണ്ടോ? ഇന്ന് കഴിക്കുന്നതായ
ഭക്ഷണം, ഒരു പിടി ചോറ്, ആ ചോറിൻ്റെ പിന്നിൽ ആ ചോറാകുന്നതിന് മുൻപ് വരെ എത്ര പേർ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഓരോ അരിമണിയിലും ഒരു കെട്ടിടം പണിയുന്നുണ്ട്. ഇന്ന് മനോഹരമായി ദേവാലയത്തിൽ നാം ഇരിക്കുന്നു. എത്ര പേർ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം ഈ ദേവാലയത്തിൽ സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതായ കൃഷി സാധനങ്ങൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അയൽപക്കക്കാർക്ക് കൂടി അത് കൊടുക്കണം, പങ്കിടണം. പങ്കിടിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകണം. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ക്രിസ്തു ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിന് വേണ്ടി, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി. നാം എന്തിനു വേണ്ടിയിട്ടാണ് ജനിച്ചത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നാം ജനിച്ചത്. നല്ല തലമുറകളെ ഉണ്ടാക്കിയെടുക്കുവാൻ, എടുക്കുവാൻ തക്കവണ്ണം അമ്മമാർക്ക് സാധ്യമാകണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. താങ്ക് യു അച്ഛൻ.